പ്രിയചേച്ചിയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമഡി ഉണ്ടല്ലോ. ഞാൻ പോലും എന്നെ പറ്റി ഞാനൊരു ദുരൂഹ സാഹചര്യം പറഞ്ഞാലും വലിയ വിഷയമില്ല. പക്ഷെ പ്രിയ എന്നെ പറ്റി അങ്ങനെ ശരിയാ. സജിൻ ചേട്ടന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ പഠിപ്പിക്കണം? ഡാൻസ് കറക്റ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും തെറ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും ഇത്തവണത്തെ വിഷു ഒരു ദുരൂഹ സാഹചര്യത്തിലായാലോ? നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. നമസ്കാരം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് ഈ പേരിനെ പറ്റിയിട്ടാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പേര്. അപ്പം എനിക്കൊന്ന് ചാക്കോച്ചനിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ ഷൂട്ടിന്റെ സമയത്തൊക്കെ പ്രിയചേച്ചിയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമഡി ഉണ്ടല്ലോ. ഇത് പ്രിയോട് പറയുമ്പോഴല്ല, പ്രിയോട് വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചാക്കോച്ചനെ എവിടെയാണ്, ചാക്കോച്ചൻ ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന് പ്രിയ പറയുമ്പോൾ മാത്രമാണ് ഇത്ര പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പോലും എന്നെ പറ്റി ഞാനൊരു ദുരൂഹ സാഹചര്യം പറഞ്ഞാലും വലിയ വിഷയമില്ല. പക്ഷെ പ്രിയ എന്നെ പറ്റി അങ്ങനെ പ്രശ്നമുണ്ടാകും. പക്ഷെ അങ്ങനെ യാതൊരു ദുരൂഹതകളും ഇല്ലാത്ത ഒരു സിനിമയാണ്. പേരിലുള്ള ഈ ഒരു ഗൗരവം ശരിക്കും ഒരു മാസ്കാണ്. കാരണം അതിന്റെ പുറകില് നർമ്മത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും ഒരുപാട് ചേരുവകളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ മലയാളികൾ അവരുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോഴേക്ക് സാധിക്കുന്നതാണ്. പക്ഷെ അതിലുപരി ഈ ഇതില് ഒരു അതിന്റെ വേറൊരു ആംഗിള്, ഒരു നർമ്മത്തിന്റെ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ അല്ലെങ്കിൽ ഇമോഷൻസിന്റെ വേറൊരു ആംഗിളും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. ഈ ഒരു പേര് കുറെ പേരുകളിൽ നിന്ന് സെലക്ട് ചെയ്തതാണോ അതോ ഈ പേരിലേക്ക് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? ഇതിനു മുമ്പ് വേറൊരു പേരായിരുന്നു ശരിക്കും, ഒരു വർക്കിംഗ് ടൈറ്റിൽ വരെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതിലൊരു പ്രീ പ്രൊഡക്ഷന് മുമ്പേ ഇതിന്റെ ഒരു കഥ എഴുതുന്ന സമയത്ത് രതീഷിന്റെ മനസ്സിൽ വേറൊരു പേരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കൊന്ന് മാറ്റി പിടിക്കാൻ അതൊരു പ്രത്യേക തരത്തിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് ആ പേര് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടൈറ്റിലേക്ക് വന്നത്. അപ്പൊ ശരിക്കും ആ ഒരു ടൈറ്റിൽ പറഞ്ഞപ്പോ തന്നെ ഒരു കൗതുകം ജനിപ്പിച്ചു. അപ്പൊ അത് തീർച്ചയായിട്ടും അതേ കൗതുകം തന്നെ ആ പേര് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരിലും ജനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നതും. പിന്നെ ഇതിന്റെ ഒരു ടൈറ്റിലിങ്ങിന്റെ സ്റ്റൈലിങ്ങും എല്ലാം കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു. അതെ, അത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കുറെ ടൈറ്റിലുകൾ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ കണ്ടുപിടിച്ചൊരു സംഭവം, ഈ എഴുതിയിരിക്കുന്ന ഡിസൈൻ ഒരു തോക്കിന്റെ ഷേപ്പിലാണ്. അപ്പൊ ഈ തോക്ക് ഈ ഒരു സിനിമയിലെ ഒരു മെയിൻ സംഭവമാണോ? ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അത് ശരി. ശരിക്കും തോക്കാണ് മെയിൻ. അതെ, 4-5 നിങ്ങൾ ഫുൾ തരത്തിലുള്ള തോക്കുകളാണ്. നമ്മൾ ആദ്യത്തെ പോസ്റ്റർ ഔട്ട് ചെയ്തപ്പോൾ ഇത് 4 പേരുണ്ട്. 4 പേരിൽ ഏതൊക്കെ തോക്കുകളാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ തന്നെ ഉണ്ട്. കാരണം പല രീതികളിലൊക്കെയാണ് ആ തോക്കുകൾ പിടിച്ചിരിക്കുന്ന കൈകൾ. അപ്പൊ ആ കൈകൾ ആരുടെയാണ്, ഏത് തോക്ക് ആര് പിടിച്ചിരിക്കുകയാണെന്നൊക്കെ ഡൗട്ടുകളുണ്ട്. ഈ കഥയിലും അങ്ങനെ തന്നെയാണ്. ഈ തോക്ക് അല്ലെങ്കിൽ തോക്കുകളുടെ സഞ്ചാരം എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. അത് ആരിലൂടെയൊക്കെ പോകുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ഈ തോക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം രസകരമായിട്ടും ഗൗരവപരമായിട്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അമ്പാൻ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാകുക. അപ്പൊ ഈ ഒരു ട്രെയിലർ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതിലത്തെ ഒരു ക്യാരക്ടറും അതിൽ കുറച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ ട്രെയിലറിലുള്ളത്, പക്ഷെ ഭയങ്കര രസം തോന്നുന്നുണ്ട്. അപ്പൊ പറയൂ ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. രതീഷ് എന്ന പടത്തിൽ എല്ലാവർക്കും എന്റെ ഗെറ്റപ്പ് അപ്പിയറൻസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ഗെറ്റപ്പ് ആണെങ്കിലും എനിക്കൊരു മാർഗൊക്കെ ഉണ്ട്, ഒരു വേറെ രീതിയിലെ ഹെയർ സ്റ്റൈല്. പക്ഷെ അത് ഒട്ടും ഈ ചേട്ടനിൽ അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. ചാക്കോച്ചനാണെങ്കിലും ചാക്കോച്ചന് ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ്. മീശയൊക്കെ വരുന്നുണ്ട്, ഒരു പല്ല്. അയ്യോ, ചാക്കോച്ചന്റെ പല്ലാണ്. ആ പല്ല് ഉണ്ടോ കയ്യിൽ? അതുപോലെ ജാഫർക്കാടെ ലുക്ക്, ജാഫർക്ക് ഇതിനു മുന്നേ അങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ വേറെ പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതാണ് തീർച്ചയായിട്ടും. അതെ, അങ്ങനെ ദിലീഷേന്റെ ലുക്കും, ദിലീഷേന്റെ ഈ പറഞ്ഞ കണ്ണൊക്കെ ഭയങ്കര മറ്റേ കോങ്കണ്ണ പോലെ വെച്ചിട്ടുള്ള ഒരു ഇതും, കാലിങ്ങനെ ഒരു അല്ലല്ല ഞാൻ അപ്പൊ പ്രതീക്ഷേന്റെ ഒപ്പം കൊളാബ് ചെയ്യാന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ചാക്കോച്ചനാണ് ഈ പടത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്.
നല്ല അടിപൊളിയായിരുന്നു. തിരുനെല്ലിയിലൊക്കെ ഷൂട്ട്. പിന്നെ ചിദംബരമായിട്ട് ചിതു ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ സെക്കൻഡ് മൂവിയായിരുന്നു ജാനേമൻ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. ജാഫർക്കായിട്ട് പറഞ്ഞ പോലെ ചുരുളി കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ്. അങ്ങനെ നല്ലൊരു ദിലീഷനായിട്ട് ചെയ്യുന്ന ഒരു ജഗദീഷൻ പറഞ്ഞ നല്ലൊരു ബക്കറ്റ് ലിസ്റ്റുള്ള ഡയറക്ടറാണ് എന്റെ കൊളാബ് മുൻപ് ചെയ്ത പടങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര ഫാനായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ 15-ാം തീയതി പടം റിലീസാണ്. വെയിറ്റ് ചെയ്യുന്നു. ഇത്ര നല്ല ടെക്നീഷ്യന്മാരൊപ്പം ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷം. അതെ, ഇപ്പൊ നമ്മുടെ മലയാളികൾ കണ്ടിട്ടുള്ള ഏറ്റവും കുറച്ച് നല്ല ഡാൻസേഴ്സിലെ ഒരാൾ തന്നെയാണ് ചാക്കോച്ചൻ. ചാക്കോച്ചന്റെ ഡാൻസ് ഒക്കെ കണ്ട് നമ്മൾ എന്താ പറയുക, അതുവരെ ഇല്ലാത്തൊരു സ്റ്റൈലിലൊക്കെ പെട്ടെന്ന് ഒരു ആക്ടർ വന്ന് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിലൊരു ഡാൻസർ, ആ ഡാൻസറെ ഡാൻസ് പഠിപ്പിക്കാൻ നമ്മുടെ അമ്പാൻ വരുന്നു എന്ന് പറയുമ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഡാൻസ്? അതെയോ? നമ്മൾ മുങ്ങിയാൽ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഇപ്പോ ഇന്നത്തെ കേസ് അടിക്കടി നമ്മുടെ ദുരൂഹ സാഹചര്യത്തിൽ ഗാനം ഇറങ്ങിയതിനു ശേഷം എന്റെ പഴയ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും. എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഡാൻസ് ഒക്കെ ഒന്ന് പഠിച്ചു. ആക്കി തന്നിട്ടുണ്ട്. ക്യാരക്ടർ ഡാൻസ് അറിയാൻ പാടില്ല, പെർഫോം ചെയ്താണ്. അപ്പൊ അങ്ങനെ സജിൻ ചേട്ടന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ക്ലാസ് ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. എങ്ങനെ പഠിപ്പിക്കണം? ഡാൻസ് കറക്റ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും എനിക്ക് തെറ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും. ഇത് മറ്റേതിൽ പറഞ്ഞ പോലെ എത്ര ടഫ് സ്റ്റെപ്സ് എനിക്കറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ എല്ലാവരും നോക്കി കാണുന്ന, അല്ലെങ്കിൽ ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടർ ആക്ടിങ്ങിലേക്ക് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് ഇതിൽ ആ ഒരു റോള് കാണുകയും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നുള്ളൊരു സംഭവം വന്നു. പണ്ട് മുതലേ അഭിനയം ആയിരുന്നോ മോഹം? അല്ല, അഭിനയം മോഹമൊന്നുമില്ലായിരുന്നു. ഞാൻ സംവിധാനം തന്നെയാണ്. പക്ഷെ ഞാൻ ചെറുതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതില്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക് പരിപാടികൾ അറിയാം. പിന്നെ സിനിമത്തായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വീണ്ടും ആവും. പക്ഷെ എളുപ്പമായിരുന്നില്ല, ടഫായിരുന്നു. പിന്നെ പതുക്കെ കംഫർട്ടബിൾ ആയി. പിന്നെ ഇത്രയും നല്ല ആക്ടേഴ്സ് എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. സോ ഇവ ശരിക്കും ഡയറക്ടർ ആക്ടർ ആവാന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങളെപ്പോഴും ഈ ഭാഗത്താണല്ലോ നിൽക്കുന്നത്, അത്രയും നോട്ടം വേണ്ട കേട്ടോ, അല്ലെങ്കിൽ അത്ര ശരി ആവശ്യമില്ല എന്നൊക്കെ ഒരു ആക്ടറിന്റെ അടുത്ത് പറയുന്ന ഒരു സ്പേസ് ഇത്. ആ നമ്മൾ ചിലപ്പോഴും പറയുമല്ലോ മറ്റുള്ളവരുടെ ഷൂസ് നിന്ന് ചിന്തിച്ചു നോക്കണം എന്ന് പറയും. പക്ഷെ ലിറ്ററലി എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർ ആക്ടർ ആവുമ്പോൾ അതാ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അവിടെ നിന്ന് എന്താ പറയാ, മറ്റുള്ളവർ ഇൻസ്ട്രക്ട് ചെയ്യുക, അവരുടെ ടേക്ക് എടുപ്പിക്കുക. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടല്ല എനിക്ക് ഒരു കർമ്മ എന്ന് പറയാം. അതെ, ഇനി ഡയറക്ടർ ആവുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും. നല്ലോണം അനുഭവിച്ചു. അപ്പൊ ആക്ടിങ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഇഷ്ടം തോന്നിയോ ഇനിയും സിനിമകളിലേക്ക്? ഇഷ്ടം തോന്നി എന്താ തീർച്ചയായും. പക്ഷെ അത്രത്തോളം പ്രയാസകരമായ ടഫായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ആക്ടിങ്. അത്ര ഇമോഷണലിയും മെന്റലി ഫിസിക്കലി എല്ലാം നമ്മൾ ആ സ്ട്രെയിറ്റിലേക്ക് എടുത്ത് ഭയങ്കര ടാക്സിംഗ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ആക്ടിങ്. എളുപ്പമല്ല ആണല്ലേ? ഡയറക്ഷൻ ഓർ ആക്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണല്ലേ? ചാക്കോച്ച എങ്ങനെ ഉണ്ടായിരുന്നു ചിദംബരത്തിന്റെ ഒരു പെർഫോമൻസ്? ചിദുവിനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഐഡിയ വന്നത് രതീഷിന്റെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. എന്നാൽ അതിലൊരു കൗതുകമുണ്ട്. പിന്നെ രതീഷിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലും സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് അത് അവരുടെ ആദ്യത്തെ സിനിമയാണ് തോന്നാത്ത രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു കഴിവുണ്ട്, മോൾഡ് ചെയ്ത് എത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിധുവിനെ ഈ ഒരു ഇത് ചുമ്മാ ഒരു ക്യാരക്ടർ അല്ല കേട്ടോ, പ്രത്യേകിച്ച് ചുമ്മാ ഒന്ന് ചെയ്തു പോകുന്ന ഒരു കഥാപാത്രമല്ല, വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് ചിതുവിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ചിതുവിനേക്കാളും കൺവിക്ഷൻ രതീഷിനുണ്ടായിരുന്നു. ചിതു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു ചെറിയ വേണോ വേണ്ടേ അല്ല. അപ്പൊ അതിന് മുന്നേ ക്യാരക്ടറും സ്ക്രിപ്റ്റും കഥ അന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ യാത്രയിലായിരുന്നു സംഭവം. പിന്നെ കേരളത്തിൽ എത്തിയപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന പരിപാടി. അപ്പോഴേക്കും ഓക്കെ എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനില്ല. പിന്നെ വായിച്ചാലും അതിൽ അത്രത്തോളം ഇന്റൻസിറ്റി എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ആയിരുന്നു ഞാൻ വായിച്ചു. പിന്നെ വന്ന് സംഭവം തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ സീൻ തന്നെ ചാക്കോച്ചനെ നല്ലോണം ഇങ്ങനെ ഫയർ ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്യുന്നു. സോറി ചാക്കോച്ചൻ. സോറി കേട്ടിട്ടുള്ള
പിന്നെ ചാക്കോച്ചന്റെ നമ്മൾ ഏകദേശം സമപ്രായക്കാരാണ് സിനിമ. ഞാൻ എടാന്ന് വിളിക്കണം, ചീത്ത വിളിക്കണം, അങ്ങനെ പറഞ്ഞ് ആദ്യം കുറച്ച് പ്രശ്നമായി. പിന്നെ ശരി, ഇപ്പൊ ശരിക്കും ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത വേണം ഈ സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലിസ്റ്റിനുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ആദ്യമായിട്ടാണ്. ലിസ്റ്റിന്റെ ആദ്യത്തെ സിനിമ മുതൽ ട്രാഫിക് എന്നുള്ള സിനിമകൾ മുതൽ ഒരുമിച്ചുണ്ട്, ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ, ആക്ടർ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മാത്രമേ, ഇതിൽ ആക്ടറും പ്രൊഡ്യൂസറും എന്നുള്ള രീതിയിൽ ലിസ്റ്റിന് മാജിക് ഫ്രെയിംസുമായിട്ട് യോജിക്കാൻ സാധിച്ചു. അത് എനിക്ക് ഏറ്റവും വ്യത്യസ്തമായ കഥയും സിനിമയും കഥാപാത്രവും തന്നിട്ടുള്ള രതീഷ് പൊതുവാളിന്റെ കൂടെ വീണ്ടും ഒരു കോമ്പിനേഷൻ. പിന്നെ ഇവരെല്ലാവരും നമുക്കറിയാവുന്ന ആൾക്കാരാണ്, അപ്പൊ അവരുടെ കൂടെ വീണ്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് യാത്രയ്ക്ക് ഞങ്ങൾ ഈ കാണുന്നവരല്ലാതെ തന്നെ ശരണ്യായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ത്രൂ ഔട്ട്, പക്ഷെ ഒരു ഫുൾ മൂവി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സുധീഷ് ഉണ്ട് ഇതില്. അപ്പം ഈ സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങളും നോക്കുകയാണെങ്കിൽ അവരെ ഇതുവരെ കാണാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും കഥാപാത്രത്തിലും ഡെപ്തിലാണെങ്കിലും എല്ലാം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഥ ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ സറ്റയർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാകാൻ, അത് ഏതെല്ലാം തരത്തിൽ ഭാഗമാകാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ആത്യന്തികമായിട്ട് അഭിനേതാവ് എന്നുള്ള നിലയിലും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും. ശരണ്യ പറയൂ, എങ്ങനെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എത്തിയത്? ഞാൻ ഓഡിഷൻ ത്രൂ ആണ്. ഈ പറഞ്ഞ പോലെ രതീഷേട്ടൻ്റെ ഈ മൂവീസ് കണ്ട് എനിക്ക് ഈ സജിൻ പറഞ്ഞ പോലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഈ കനകം കാമിനി കലഹം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതുപോലത്തെ ഈ ടീമിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളത്. ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ തലയിലെ പ്ലാനിങ്ങിലേ ഇല്ല, അതൊന്നും വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അപ്പം ആ സമയത്താണ് ഈ ഹൃദയഹാരിയ പ്രണയകഥ എന്ന് പറയുന്ന രതീഷേട്ടൻ്റെ മൂവിയുടെ കാസ്റ്റിംഗ് കോൾ കാണുന്നതും. അപ്പം അതിനകത്ത് പോയി അങ്ങനെ ആ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതിനകത്താണ് ഞാൻ ചാക്കോച്ചനോട് ഒരു ചെറിയൊരു ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഹൃദയഹാരിയുടെ ഒരു ദുരൂഹ സാഹചര്യത്തിന്റെ ഓഡിഷനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കയറിയത്. ക്യാരക്ടറിനെ പറ്റി പറയാമോ? ക്യാരക്ടർ ഞാൻ അതിനകത്തൊരു കെമിസ്ട്രി ടീച്ചറാണ്. മിനി എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പം അവിടെ തോൽപ്പെട്ടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ അവിടെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. അങ്ങനെ പിന്നെ അവിടുത്തെ ഈ ഒരു കുറേ ലോക്കൽ കമ്മ്യൂണിറ്റി, അവിടുത്തെ പിള്ളേർക്കൊക്കെ ഒരു ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന കുറേ ലോക്കൽ ഗവൺമെൻറ് ബോഡിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടുത്തെ ഒരു കെമിസ്ട്രി ടീച്ചറാണ്. അങ്ങനെ ഞാനൊരു സാഹചര്യത്തിൽ സേതുവിനെ കാണുകയും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാവുകയും ആ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു ആക്ടറിനെ റിപ്പീറ്റ് ചെയ്യാനും ഒരു ആക്ടർ ഒരു ഡയറക്ടറിനെ റിപ്പീറ്റ് ചെയ്യാനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഡയറക്ടറുടെ കൂടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമയാണ് ചാക്കോച്ചൻ്റെ അല്ലേ? അപ്പോൾ ഈ ഒരു ഡയറക്ടറിനെ ഇനിയും റിപ്പീറ്റ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാരണം എന്തായിരിക്കും? ശരിക്കും ഇത് മൂന്നാമത്തെ സിനിമയാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ. ശരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നുള്ളത്. ശരിക്കും ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതാണ് സത്യത്തിൽ അവരുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവര് വളരെ നൈസായിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല. കഴിയുമ്പോഴാണ് ഓഹോ അങ്ങനത്തെ ഒരു നാക്ക് രതീഷിനുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഫുൾ ഓഫ് ചെയ്യാൻ സാധിക്കില്ല, കഴിയില്ല നമ്മൾ തന്നെ ഡൗട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനെ അപ്പുറം നമ്മളെ പുഷ് ചെയ്ത് ആ ഒരു റിസൾട്ട് എടുക്കാനായിട്ട് ഒരു കഴിവ് രതീഷിനുണ്ട്. ഇപ്പം സജിന്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ചിതുവിന്റെ, ശരണ്യയുടെ, ആഫ്രിക്കയുടെ, ഇവൻ സുധീഷിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊഴുമ്പൻ രാജീവൻ എന്നുള്ള ക്യാരക്ടർ ഞാൻ ആ ഒരു അപ്പിയറൻസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റ് ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എന്നെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കൺവിക്ഷൻ റൈറ്ററിനും ഡയറക്ടറിനും ഉണ്ടാവുകയും അതിൻ്റെ പരിണാമമായിട്ട് ആ കഥാപാത്രവും ആ സിനിമയും സ്വീകരിക്കുകയും ചെയ്തു. ആ മാജിക് ഈ സിനിമയിലും വർക്കൗട്ട് ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എഫേർട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സ്ക്രീനിലും പ്രേക്ഷകരിലും
അത് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഇതിലൊക്കെ സാഹചര്യം വന്നിരിക്കുന്നത്. ഇപ്പൊ ആ ക്യാരക്ടറിന് ലുക്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഈ പല്ല് അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം അങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിലിംഗ്, അത് ശരിക്കും ഈ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ ഡയറക്ടർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സംഭവമാണോ, അതോ നിങ്ങളുടെ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടോ? സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സിലോരോ പുള്ളി കണ്ടു കാണുമായിരിക്കും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഒരു മേക്കപ്പ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും, എല്ലാവരുടെ കാര്യങ്ങളാണെങ്കിലും. അതിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള, ഇതിനു മുമ്പ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു അപ്പിയറൻസ് എങ്ങനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതെല്ലാം പുള്ളി ബേസിക്കലി ഈസ് എൻ ആർട്ട് ഡയറക്ടർ. അപ്പം നന്നായിട്ട് സ്കെച്ച് ചെയ്യും. അപ്പം അതെല്ലാം ഈ ഒരു പ്രോസസ്സിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫേസുകളും ക്യാരക്ടറൊക്കെ വരച്ച് കാണാനായിട്ടൊക്കെ നമ്മളെക്കാളും മുമ്പേ പുള്ളിക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ജാഫ്രിക്ക, ഈ സിനിമയിലുള്ള ജാഫ്രിക്കയുടെ ക്യാരക്ടർ എനിക്ക് ട്രെയിലറിൽ ഇഷ്ടപ്പെട്ടത് അസാസിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ആ ഒരു കോമഡി സംഭവങ്ങളാണോ അതോ മൊത്തത്തിലൊരു വില്ലനിസം അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കാണുമ്പം ആ ക്യാരക്ടറിൽ എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് നമുക്കൊരു സംശയം. ഇടുക്കിയിലുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് കാസറ്റ് റെക്കോർഡിംഗ് ഒക്കെ ഇല്ലേ, മറ്റേ പണ്ടത്തെ കാസറ്റ് റെക്കോർഡിംഗ്, അതിന്റെ ഈ ഡക്കൊക്കെ വെച്ചിട്ട് കാസറ്റ് ഇവിടുന്ന് പകർത്തി അങ്ങോട്ട് അങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ആൾ അവിടെ കൊടുത്തുള്ളൂ. നേരെ വയനാട്ടിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ കഥാപാത്രം വീട്ടിൽ താമസിക്കില്ല, അവരുടെ തട്ടുമ്പുറത്ത് നിന്നൊക്കെ കയറ്റിയിട്ടിട്ട് ഞാൻ വേറെ സ്ഥലത്താണ് കല്യാണം കഴിച്ചിട്ട് കൊച്ചു നോക്കിയിട്ടാണ് താമസിക്കുന്ന. അവിടെ ഭാര്യ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല, അവിടെ വീടൊന്നും കാണിക്കുന്നില്ല. പിന്നെ പുള്ളിയായിട്ടുള്ള ഞങ്ങളിങ്ങനെ ഞാൻ സാറ് ചെയ്തു ആഘോഷിച്ചു അമ്പാടുള്ളൂ നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇതിൽ ഞങ്ങളാണ് അതിന്റെ അങ്ങനെ അദ്ദേഹത്തിന് ഇട്ട് വട്ടം ചുറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. എന്റെ സംഭവ വട്ടം ചുറ്റിട്ട് പടം ഇറങ്ങുമ്പോ കാണാം. അതിപ്പോ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് പുള്ളി സഹായിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചു. ഞാൻ പുള്ളി ഒരു കേസ് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് തന്നെ പുള്ളിയെ വിളിക്കുന്നുണ്ടോ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ ആദ്യം ചെയ്യുന്നത് എന്റെ കണ്ണുകൂട്ടിട്ട് അടിക്കുന്നതാണ്. അങ്ങനെയാണ് സഹായം തുടങ്ങുന്നത്. സഹായിക്കുള്ളൂ, എന്ത് റോഡ് സൈഡിൽ വെച്ചിട്ടാണ് ഷൂട്ടേ. അപ്പൊ അങ്ങോട്ട് വണ്ടി ബസ് മറ്റേ പിന്നെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട്. ജൂനിയേഴ്സ് മറ്റേ കൂടെ അഭിനയിക്കുന്നവരല്ലേ സഹായിക്കുക. ഇപ്പൊ ജൂനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്, നമ്മൾ അങ്ങനെ പറയാനും കൂടുതലാണ്. അപ്പോൾ അവർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അവിടെ ഒത്തിരി പേര് അങ്ങനെ 3-4 അടി കൊടുത്തു. ശരിക്കും കൊള്ളുകയും ചെയ്യാം, ശരിക്കും കൊണ്ടു പടം ഇറങ്ങുമ്പോൾ അറിയാൻ കൊണ്ടുപോകില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞല്ലോ ഇതില് ദുരൂഹതയൊന്നും ഇല്ലാന്ന്, പക്ഷെ ശരിക്കും ട്രെയിലർ കാണുമ്പം എല്ലാ ക്യാരക്ടേഴ്സിലും ഈ പറഞ്ഞ പോലത്തെ ഒരു ദുരൂഹത ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ചാക്കോച്ചന്റെ ഈ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയാ ഗ്രാഫ് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവണേ. ഒരു സമയത്ത് ഇയാൾ പാവമായിട്ടിരുന്നിട്ട് അതിൽ ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പുറത്തുനിന്ന് മറ്റൊരു പാവം ഒരു മനുഷ്യൻ മരിച്ചു, ഒരു ഡെഡ് ബോഡിയുടെ മുഖത്തേക്ക് അടിച്ചിട്ട് ഇപ്പുറത്ത് നോക്കി ചിരിക്കുന്ന ആ സീനൊക്കെ എൻ്റെ ദൈവമേ, നമുക്ക് ഇതുവരെ നമ്മൾ ചാക്കോച്ചനെ കാണാത്ത എന്താ പറയുക മാനറിസംസ് ആയിക്കോട്ടെ, റിയാക്ഷൻസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് പിന്നെ തോക്കെടുത്ത് കാണുന്നു. അപ്പൊ ശരിക്കും ഇതിൽ മൊത്തത്തിലൊരു ദുരൂഹത പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രതീഷിന്റെ പടങ്ങളിൽ കാണാവുന്ന ഹ്യൂമറിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെ എല്ലാ എലമെന്റ്സും ഈ സിനിമയിലുണ്ട്. ഗൗരവമായിട്ടുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അണ്ടർലൈൻ ആയിട്ട് അത് ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ഓരോ തവണ കാണുമ്പോൾ നമുക്ക് അതിന്റെ പുതിയ പുതിയ ആംഗിളുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ ഡെഫിനിഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ ഇപ്പം വേറൊരു രസകരമായിട്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ പേര് സേതു എന്നാണ്, ഇത് മിനിയാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു യാത്രയിൽ ഞാൻ ഇടയ്ക്ക് പറയുന്നത് എൻ്റെ പഴയൊരു ലൈനിന്റെ പേര് മിനിയാണ് എന്ന് പറയുന്നത്. അത് അനീത്ത് പ്രാവ് റെഫറൻസ് ആണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ലേ. രതീഷ് പറഞ്ഞു ഓ അങ്ങനെയുണ്ടല്ലേ, പോകുന്നത് സ്പ്ലെൻഡറിലുമാണ്. ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നും, വളരെ പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നും. പക്ഷെ അതിന്റെ ലേയേഴ്സ് ഇങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പൊ സുധി സേതു കുറച്ച് ബന്ധമുണ്ട് ആ പേരുകൾക്ക്. മിനി, സ്പ്ലെൻഡർ ബൈക്ക്, പിന്നെ പാവത്താനാണ്, അങ്ങനെയുള്ള കുറെ ലേയേഴ്സ് ഉണ്ട്.
അത് ഈ സിനിമയിലെ പല ഭാഗങ്ങളിലും ഏരിയകളിലും നമുക്കത് ഈ രണ്ടാം കാഴ്ചയിൽ അല്ലെങ്കിൽ മൂന്നാം കാഴ്ചയിൽ നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ തെളിഞ്ഞു വരും. അപ്പൊ അത് തീർച്ചയായിട്ടും ആൾക്കാരത് വീണ്ടും വീണ്ടും കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യെസ്, എനിക്ക് ഇതിൽ ദിലീഷ് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ വയ്യാതെ കിടക്കുന്ന ആളായിട്ട് നമുക്ക് ട്രെയിലറിൽ കാണാം, പക്ഷെ അയാൾ കത്തിയെടുത്തിട്ടാണ് ആളുകളെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആളെ നമ്മൾ എങ്ങനെയായിരിക്കും ആ വീട്, ഈ നിങ്ങൾ 3 പേരുടെയും റിലേഷൻ ഒന്നാമത് അധികം അങ്ങനെ നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാവില്ല. അച്ഛനും മക്കളാണോ ചേട്ടന്മാരാണോ എന്താ ബന്ധം എന്ന് മനസ്സിലാവില്ല. പക്ഷെ ഭയങ്കര ഇവരുടെ 3 പേരുടെ ഒരു ലോകമാണ് ആ വീട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ദിലീഷ് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒന്ന്? മധു എന്നാണ് ദിലീഷിന്റെ കഥാപാത്രത്തിന്റെ പേര്. എന്റെ ചേട്ടനാണ്. നമ്മൾ കാണിക്കുമ്പോൾ തന്നെ പുള്ളി അരക്കി കിഴിപ്പോട്ട് തളർന്ന് കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിലർ ഡീകോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതില് ഒരു വ്യക്തി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ബെഡ് ആണെങ്കിലും പുള്ളി ഈ വാക്കത്തി വെച്ചിട്ടുള്ള പുള്ളിയുടെ ചില കസരത്തുകളൊക്കെ കാണിക്കുമ്പോൾ പുള്ളി പണ്ടൊരു ജഗചിന്തിയായിരുന്നു, ഒരു ഐറ്റം ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. അപ്പം പിന്നെ ദിലീഷ് ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറെ അല്ല അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷനെ അല്ല, അത് എല്ലാ അർത്ഥത്തിലും രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ആ ഒരു ചേഞ്ച് ഉണ്ട്. ഇതുവരെ കാണാത്തൊരു ദിലീഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫണ്ണിയാണ്, ക്വക്കിയാണ്, ഇമോഷണലാണ്, അങ്ങനെ എല്ലാ ലേയേഴ്സും ഒരു ശരിക്കും ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പം ഇതെല്ലാം എല്ലാവരിലും ഉണ്ട്. അതെ, എല്ലാവരിലും ഉണ്ട്. ഇപ്പം ഒരു പാവമാണെന്ന് പറഞ്ഞാലും അയാളുടെ ചിന്തകൾ ചിലപ്പോൾ വൈൽഡ് ആയിരിക്കാം. കാഴ്ചയിൽ പാവത്താണെന്ന് തോന്നുന്നവർക്ക് ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള തോട്ട്സും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവുകയായിരിക്കും. നേരെ തിരിച്ചുമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ എല്ലാ ഇമോഷണൽ ഒരു ജേണിയും ഈ ദിലീഷിന്റെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാരക്ടർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, എല്ലാം ചാക്കോച്ചിനെ ഏൽപ്പിച്ചു. പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ആകെ കിട്ടിയിരുന്നത് ബ്രീഫ് ചെയ്തിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ ഞാൻ ആകെ ചോദിച്ചു യൂണിഫോം ഇടേണ്ടി വരുമെന്നുള്ളത്. സമാധാനമായി. അത് യൂണിഫോം ആരോഗ്യപരമായിട്ട് എനിക്ക് തയ്യാറെടുക്കണം. അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലായിരുന്നു. ദിവസം തന്നെ ഞാൻ താടി കഴിഞ്ഞപ്പോ ഏകദേശം ആ ലുക്കായപ്പോ തന്നെ എന്റെ പകുതി കോൺഫിഡൻസ് പോയി. പിന്നെ പട്ടാളത്തിന് യൂണിഫോം കിട്ടുമ്പോൾ ഫസ്റ്റ് എത്ര ടേക്ക് പോയി? ഫസ്റ്റത്തെ ഡേയിൽ അധികം ടേക്ക് കൊണ്ട് വന്നില്ല, കാരണം ഡയലോഗ് ഒന്നും രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ ടേക്ക് കണ്ടെണ്ണം കൂടി 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 കൊറേ വലിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പഠിച്ചെടുത്തു? പഠിച്ചെടുക്കല് കുറച്ച് പഠിക്കുന്നു. എനിക്ക് എല്ലാം തലേദിവസം അയച്ചു തരും, വായിക്കും. എന്നാലും അവിടെ എത്തുമ്പോ ക്ലാപ്പ് അടിക്കുമ്പോ എല്ലാം പോകും. ഓരോ അരിയും പൊടിയും ഒന്നര പേജ് ജീപ്പേ എന്ന് പറയുന്നത് കുറച്ച് ദിവസം ആയല്ലോ. പിന്നെ ശീലമായിരുന്നൊക്കെ. ഇപ്പം ജാഫ്രിക്കയുടെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നമ്മളെപ്പോഴും ചില ക്യാരക്ടേഴ്സ് സക്സസ് ആവാന്ന് പറയുമ്പം ആ സിനിമ സക്സസ് ആവുന്നു, ആ ടൈമിൽ ആ ക്യാരക്ടറിന് പറഞ്ഞ ഡയലോഗുകൾ ആളുകൾ പറയുന്നു എന്നുള്ളത് മാത്രമല്ലാണ്ട് ഈ കാലം കഴിഞ്ഞു പോയാലും അല്ലെങ്കിൽ കാലത്തെ താണ്ടി ഇപ്പുറത്ത് വരുമ്പോഴും ഇപ്പോഴും യങ്സ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ ചില ഡയലോഗ്സ് പറയുമ്പോഴാണ് അന്നത്തെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ അന്നത്തെ ആ സിനിമ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ വിജയിച്ചു എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും ബിലാലിക്ക് ഈ സൈസ് എടുക്കാത്തതാണല്ലോ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഡയലോഗ് ഇപ്പോഴത്തെ പിള്ളേരും പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പറയുന്നൊരു സാധനമാണ്. ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ എന്താണ് സന്തോഷായി മക്കളെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പാസ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിപ്പോഴും നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, പക്ഷെ അവരുടെ ലൈഫ് പിന്നെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ടെങ്കിലും പറയൂ സന്തോഷായി മക്കളെ എന്ന് പറയുന്ന ഡയലോഗുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടോ? നല്ല സാധനങ്ങൾ ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ഏരിയ 2-3 സ്ഥലം തന്നെ 3-4 സ്ഥലം തന്നെ ഉഗ്ര സാധനമുണ്ട്. ആണല്ലേ? അടിപൊളി. നമ്മൾ ആ ഡയലോഗ് ആയിരിക്കും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ശരിക്കും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത് ജാഫ്രിക്കയാണ്.
ആണല്ലേ? സെക്കൻഡ് ഹാഫ് ആണ്, പക്ഷെ ജാഫറൊക്കെ കൊണ്ടുപോകുന്നത്. അതെ. ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് നമ്മുടെ ഇവരെയൊക്കെ ഈ സൈഡായിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. ആ സിനിമ എല്ലാ ഏത് സിനിമ ഇറങ്ങി കഴിഞ്ഞാലും എല്ലാവരും കാണുക എന്നുള്ളതാണ്. അത് നമുക്ക് അപേക്ഷിക്കാനുണ്ട്. പക്ഷേ ഒന്നാമത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കൊടുക്കുന്നത് കാണുക. പക്ഷെ നമ്മുടെ പടം ഒന്ന് കാണുമെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നഷ്ടം വരികയാണ് ഉറപ്പായിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് തന്നെ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന സംഭവം. എല്ലാവരും നിങ്ങളോട് സഹായിച്ചു കഴിഞ്ഞാൽ അതിന് പോകാൻ കൂടിയാവും. അതെ. ഇപ്പോൾ ചാക്കോച്ചൻ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞ ഒരു സെറ്റിലൊക്കെ പോകുമ്പം നമ്മൾ നോർമൽ ആക്ടിങ് മാത്രമല്ലാണ്ട് വേറെ കുറേ കാര്യങ്ങളും പാരലി മൈൻഡിലൂടെ പോകണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ടെൻഷൻ പല തരത്തിലായിരുന്നോ, അതോ സെറ്റിൽ പോകുമ്പോൾ ഈ പ്രൊഡ്യൂസർ എന്നുള്ള സംഭവം മനഃപൂർവ്വം ഓഫാക്കി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? അങ്ങനത്തെ ഒരു ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോ പ്രൊഡ്യൂസർ എന്നുള്ള തസ്തിക ഹാപ്പിയായിട്ടിരിക്കുന്നത്. അതെ. തിരിച്ചുവരവിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ എന്നാത്താം കേസുകൾ നോക്കുകയാണെങ്കിൽ സന്തോഷ് ടീക്കിലൂടെയാണ് മെയിൻ പ്രൊഡ്യൂസർ. ബോഗൻവില്ലയിൽ നമ്മൾ നീരതുണ്ടായിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ ലിസ്റ്റിലുണ്ട്. അറിയിപ്പ് എന്നുള്ള സിനിമയിൽ ഷെബിൻ ബക്കറുണ്ട്. അപ്പം എല്ലാത്തിലും അതാത് പണികൾ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അതാത് സിനിമകളുടെ കോ പ്രൊഡ്യൂസർ ആകാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന ഫാക്ടേഴ്സ്. ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പൂജ ലൊക്കേഷനിൽ മാത്രമാണ് ലിസ്റ്റിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റം, മാജിക് ഫിലിംസിന്റെ ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. യാതൊരു പ്രശ്നമില്ലാതെ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നു. വളരെ കൂളായിട്ട് കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നാണെങ്കിലും ഈ വിഷുവിന് ഒരു വിഷു കൈനീട്ടമായിട്ട് നിങ്ങൾ വരുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ല സിനിമയാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കുക. വിഷു കൈനീട്ടമായിട്ട് അങ്ങോട്ട് ഒരു നല്ല സിനിമ തരുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിച്ച് തിരിച്ചും ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരിക എന്നുള്ളതാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ വിഷുക്കാലത്ത് വരികയാണ്. സോ ടീം ദുരൂഹ സാഹചര്യത്തിന്റെ പേരിൽ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.